എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസുണ്ട്. ഗെറ്റ് സെറ്റ് ബേബി, ഡൊമിനിക്, ബാന്ദ്ര, തങ്കമണി, രാമചന്ദ്ര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കാണുന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ തെലുങ്ക് മൂവിയാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴത്തെ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കാണുന്ന സിനിമ ആമസോൺ പ്രൈമിലാണ് റിലീസായിരിക്കുന്നത്. ഈ സിനിമയുടെ മലയാളം വെർഷനാണ് വന്നിരിക്കുന്നത്. ആ സിനിമ ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023 സിനിമ റിലീസായത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് രാമചന്ദ്ര. പക്ഷേ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. രാമചന്ദ്ര ഒരു ആക്ഷൻ മൂവിയാണ്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം രാമചന്ദ്ര ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് രാക്ഷസ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വന്നിരിക്കുകയാണ്. രാക്ഷസ എന്ന സിനിമ ഇന്ന് സൺനെസ്റ്റിലാണ് റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. DNA ഒരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായ് ലക്ഷ്മി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് DNA സ്വന്തമാക്കിയത്. ഇപ്പോൾ ഒടുവിൽ മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ വീക്കിലായിരിക്കും DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വെബ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് വെബ് സ്വന്തമാക്കിയത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആഹാ വീഡിയോസിലാണ് വെബ് സിനിമ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫൂട്ടേജ് ഒരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് സ്വന്തമാക്കിയത്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജിലെ നായിക. ഫൂട്ടേജിന്റെ OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഏപ്രിൽ മാസം 20 മുന്നേ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് സ്വീറ്റ് ഹാർട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗോപിക രമേശാണ് സിനിമയിലെ നായിക. ഈ സിനിമ ഇപ്പോൾ മലയാളത്തിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായിരിക്കുകയാണ്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആരാധകർ കാത്തിരിക്കുന്ന മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഗെറ്റ് സെറ്റ് ബേബി ഒരു കോമഡി മൂവിയായിരുന്നു. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് വിജയിക്കാൻ സാധിച്ചില്ല. എവറേജ് അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ മനോരമ മാക്സും. സിനിമ സർപ്രൈസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ വിഷുദിനത്തിലായിരിക്കും ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT റിലീസ്. എന്തായാലും ഈ വീക്കിൽ തന്നെ സിനിമ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, അനിക, ബേസിൽ തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT സൈനാപ്ലൈ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം തന്നെ കപ്പ് എന്ന സിനിമ സൈനാപ്ലൈയിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക്കിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക്കിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഡൊമിനിക്കിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഈ വീക്കിൽ ഡൊമിനിക് സർപ്രൈസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. കാരണം സിനിമ OTTയിൽ വരുന്നില്ല. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ട് 2 വീക്കായി. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനം ഹണ്ട് സിനിമ റിലീസിനെത്തുകയാണ്. ഇന്നല്ലെങ്കിൽ ആ സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതലും വിഷുദിനത്തിലായിരിക്കും ഹണ്ട് സിനിമ റിലീസാവുന്നത്. ഹണ്ട് സിനിമയിലെ നായിക ഭാവനയാണ്. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. ഹണ്ട് സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും നല്ല അഭിപ്രായമാണ് ആരാധകർക്കുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഡിസംബറിലാണ് കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ ബാന്ദ്ര സിനിമ റിലീസിനെത്തുകയാണ്. ആമസോൺ പ്രൈമിലാണ് ബാന്ദ്ര വരുന്നത്. സിനിമ ഏപ്രിൽ മാസം പകുതിയോടുകൂടി വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഏപ്രിൽ 15-നായിരിക്കും ബാന്ദ്ര സിനിമ റിലീസാവുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഒരു ട്രൂ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. നിതാ പിള്ളൈ, ദിലീപാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ തങ്കമണി
പരാജയപ്പെട്ടു. എങ്കിലും തങ്കമണിയുടെ ഒരിക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ അവസാനം വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ്, ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.